ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയും ചക്ക വിഭവങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയമാണ്. പണ്ടുകാലത്ത് ഒരു കുടുംബത്തിന്റെ വിശപ്പടക്കാൻ മാത്രം ഉപകരിച്ചിരുന്ന ചക്ക ഇന്ന് മൂല്യമേറിയ പല ഉൽപ്പന്നങ്ങളായി നാട്ടിലും വിദേശ രാജ്യങ്ങളിലും വിപണിയിലെത്തുന്നു. പഴങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ചക്ക ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇന്ന് ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ പല ഇനത്തിൽപ്പെട്ട ചക്ക സുലഭമാണെങ്കിലും നാം ഇതുവരെ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ചക്കയുടെ പുറന്തൊലി ഒഴികെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ചക്കപ്പുഴുക്ക്, ചക്കയട, ചക്ക ഉപ്പേരി, ചക്ക പായസം, ചക്ക വരട്ടി എന്നിങ്ങനെയുള്ള പരമ്പരാഗത വിഭവങ്ങൾ കൂടാതെ ചക്ക അച്ചാർ, ചക്കക്കുരു ഷേക്ക്, ചക്ക മസാല, ചക്ക പിസ, ചക്ക കേക്ക്, ചക്ക ഐസ്ക്രീം എന്നിങ്ങനെ പുതിയ രുചിക്കൂട്ടുകൾ ഇവയുപയോഗിച്ച് ഉണ്ടാക്കാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ചക്കയെ ഒരു ഇന്റലിജന്റ് ഫ്രൂട്ട് എന്ന് ന്യൂട്രീഷനിസ്റ്റുകൾ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ചക്ക ഉപയോഗിച്ച് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക അടർത്തിയിട്ടപ്പോൾ നേരെ കല്ലിൽ വീണതുകൊണ്ട് 2 പീസായി ഇപ്പോഴേ കട്ടായി. എന്തായാലും ചക്കയിൽ മണ്ണൊന്നും പറ്റിയിട്ടില്ല. പച്ചച്ചക്കയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതിനാലും നാരുകൾ ധാരാളം അടങ്ങിയതിനാലും പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രമേഹ രോഗികളുടെ ഗ്ലൂക്കോസ് ടോളറൻസ് മെച്ചപ്പെടുത്തുവാനും ചക്കയ്ക്ക് കഴിവുണ്ട് എന്നത് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ചക്ക കഴിക്കുന്നത് കൊണ്ട് മാത്രം പ്രമേഹം മാറ്റാം എന്നോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിൽ എത്തിക്കാം എന്നതോ ഒരു തെറ്റിദ്ധാരണയാണ്. അതിനാൽ അമിത അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. ചക്കച്ചുളയിലും ചക്കക്കുരുവിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. നിശാന്തത, കണ്ണിന്റെ ഞരമ്പുകളുടെ ആരോഗ്യം എന്നിവയ്ക്ക് ഗുണം ചെയ്യുന്നു. മുറിവുകളെ ഉണക്കുവാനും ത്വക്ക്, മുടി, മസിൽ, ചെറുഞരമ്പുകൾ എന്നിവയെ സംരക്ഷിക്കുവാനും ചക്കയിലെ പോഷകങ്ങൾക്ക് കഴിവുണ്ട്. ചക്കയിലെ മഗ്നീഷ്യം സുഖനിദ്ര പ്രദാനം ചെയ്യുവാൻ സഹായിക്കുന്നു. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൺ, വൈറ്റമിൻ ബി, B3, B6 എന്നിവ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വിളർച്ച മാറ്റുന്നതിനും നല്ലതാണ്. മഗ്നീഷ്യം, കാൽസ്യം എന്നിവ എല്ലുകളെ ബലപ്പെടുത്തുവാനും തേയ്മാനം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ചക്കച്ചുളയിലെ പൊട്ടാസ്യം, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL കൊളസ്ട്രോൾ ഉയർത്താനും സഹായിക്കുന്നു. മൂപ്പെത്താത്ത ഇടിച്ചക്ക, വിളഞ്ഞ ചക്ക, ചക്കപ്പഴം എന്നിവയെല്ലാം തന്നെ രുചിയുടെ കാര്യത്തിലും പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. ചക്കക്കുരു പ്രോട്ടീൻ, മിനറലുകൾ എന്നിവയാൽ സമൃദ്ധമാണ്. ചക്കപ്പുഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടി ചക്ക ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ചക്കക്കുരുവും ചേർത്താണ് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത്. ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോ ചക്കയുടെയും വേവ് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി.
ചക്ക നന്നായി തിളച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിനേക്കാളും കാന്താരി മുളകോ ഉടങ്കല്ലി മുളകോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. 6 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. തോരൻ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അരഞ്ഞു കിട്ടണം. ചക്ക പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ ചക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ചു കൊടുക്കണം. ചക്കയും ചക്കക്കുരുവും നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ച് 1 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരപ്പിൻ്റെ പച്ചച്ചുവ മാറിക്കിട്ടും. ഇനി ഇത് നന്നായി ഇളക്കി ഉടച്ചെടുത്താൽ മതിയാകും. സ്പൂണോ പൊട്ടറ്റോ സ്മാഷറോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നന്നായി ഉടച്ചെടുക്കാം. രുചികരമായ ചക്കപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. കാന്താരി ചമ്മന്തിയുടെ കൂടെയോ മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്